നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരേ ഓഫീസിൽ രണ്ട് കസേരയിൽ രണ്ടാൾക്കാർ ഒരേ ജോലി ചെയ്യുന്നു. ഒരാളുടെ പക്കൽ ജോലി ചെയ്യാനുള്ള കോടതി ഉത്തരവുണ്ട്, മറ്റേയാൾക്ക് മന്ത്രിയുടെ പിന്തുണയും. പിണറായി ശിങ്കടിക്ക് സീറ്റില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ കട്ടായം കടുപ്പിച്ചതോടെ കോടതി ഉത്തരവുമായി വന്നിട്ടും ആരോഗ്യ ഡയറക്ടർ സ്ഥാനത്ത് തുടരാൻ ഡോക്ടർ KJ റീനയ്ക്ക് കഴിയുന്നില്ല. പകരം ചുമതലക്കാരി ഡോക്ടർ വി മീനാക്ഷി കസേര ഒഴിയുന്നതുമില്ല. ഇരുവരും തമ്മിലുള്ള ഈഗോ ക്ലാഷായി സംഭവം മാറിയിരിക്കുകയാണ്. തമ്മിലടി കാരണം ആരോഗ്യ വകുപ്പ് പ്രതിസന്ധിയിൽ. നിപ്പയും ഷിഗല്ലയും തുടങ്ങി മാരക പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിനിടയിലാണ് ആരോഗ്യ വകുപ്പിലെ ഈ കസേരയ്ക്ക് അടി രൂക്ഷമാകുന്നത്. വെള്ളിയാഴ്ചത്തെ അതേ രീതിയിൽ ഡോക്ടർ റീന ഡയറക്ടറുടെ മുറിയിൽ ശനിയാഴ്ചയും തുടർന്നിരുന്നു. തിങ്കളാഴ്ചയും വരും, അന്നും ഇതുതന്നെയാണ് അവസ്ഥയെങ്കിൽ കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന് റീന തുറന്നടിച്ചു. റീനയെ ആ കസേരയിൽ ഇരുത്തില്ല എന്നാണ് കടുപ്പിച്ചുകൊണ്ട് കെ മുരളീധരനും നിൽക്കുന്നത്. ഡയറക്ടറുടെ കസേരയിൽ ഇരുന്ന ഡോക്ടർ മീനാക്ഷി ഫയലുകളെല്ലാം ഒപ്പിട്ടുകൊടുത്തു. ഉദ്യോഗസ്ഥരുമായി ചർച്ചയും നടത്തി. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡോക്ടർ മീനാക്ഷി കഴിഞ്ഞ ദിവസം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. വനിതകളടക്കമുള്ള പോലീസ് സംഘം ഡയറക്ടറുടെ ഓഫീസിലും പുറത്തും തുടർന്നു. ശനിയാഴ്ച ഉച്ചയോടെ ഡോക്ടർ റീന മടങ്ങിപ്പോയിരുന്നു. റീനയെ എറണാകുളം റീജിയണൽ ലബോറട്ടറി ഡയറക്ടറായി സ്ഥലം മാറ്റിയ ഉത്തരവ് വ്യാഴാഴ്ചയായിരുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ 2 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തത്. ഇതോടെയായിരുന്നു വലിയ കസേര അടി തുടങ്ങിയത്. സ്റ്റേ ഉത്തരവുള്ളതിനാൽ ഡയറക്ടറായി തുടരാമെന്നാണ് റീനയുടെ വാദം. ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് വരാതെ താൻ എങ്ങനെ മാറുമെന്നാണ് മീനാക്ഷിയുടെ ചോദ്യം. സ്റ്റേ ഉത്തരവിനെതിരെ ആരോഗ്യവകുപ്പ് നൽകിയ അപ്പീൽ തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിച്ചേക്കും. അപ്പോഴെങ്കിലും ഈ കസേരയുടെ പേരിലുള്ള അടിയൊന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു. റീന ഡയറക്ടറുടെ ചുമതല ഏൽക്കാൻ ഓഫീസിൽ എത്തുന്നത് ചട്ടവിരുദ്ധമാണെന്ന് സർക്കാരിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. ട്രൈബ്യൂണലിന്റെ സ്റ്റേ ഉൾപ്പെടെ ഏത് ഉത്തരവ് ലഭിച്ചാലും അത് നടപ്പാക്കി ബന്ധപ്പെട്ട സർക്കാർ വകുപ്പാണ് ഉത്തരവിറക്കേണ്ടത്. സ്റ്റേ നടപ്പാക്കാൻ വകുപ്പ് തയ്യാറായില്ലെങ്കിൽ ഡോക്ടർ റീനയ്ക്ക് ട്രൈബ്യൂണലിൽ കോടതിയലക്ഷ്യ ഹർജി നൽകാം. ഓഫീസിലെത്തിയത് കോടതി വിധി അനുസരിച്ചാണെന്ന് റീന പറയുന്നു. കോടതി വിധി അനുസരിച്ചാണ് ഓഫീസിലെത്തിയതെന്നും മാറി നിൽക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടാൽ അംഗീകരിക്കുമെന്നും റീന പറയുന്നു. ഏത് സീറ്റിലിരുന്നും ജോലി ചെയ്യാം. പെൻഡിംഗ് ഫയലുകൾ തീർക്കുകയാണ് ലക്ഷ്യം. നിപ പരിശോധനാ ഫലം മറച്ചുവെച്ചുവെന്ന മന്ത്രി മുരളീധരന്റെ ആരോപണം റീന തള്ളിക്കളഞ്ഞു. വൈകിട്ട് 6:24 വാട്സാപ്പിലൂടെ നിപ പോസിറ്റീവ് ഫലം അറിഞ്ഞത്. ഉടൻ മന്ത്രിയെ വിളിച്ചു പറഞ്ഞു. രോഗി അഡ്മിറ്റ് ആയതും സാമ്പിൾ എടുത്തതും കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അതിനാൽ ഫലത്തിന്റെ കാര്യത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട്. സിസ്റ്റത്തിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. വിവരം കിട്ടിയിട്ടും താൻ അത് മറച്ചുവെച്ചു എന്നത് സത്യമല്ല, റീന പറഞ്ഞു. റീനയുടെ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് മന്ത്രിയോട് ചോദിച്ചപ്പോൾ റൂട്ടൊക്കെ ക്ലിയർ ആയില്ലേ എന്നായിരുന്നു മുരളീധരന്റെ പ്രതികരണം. നിപയെക്കുറിച്ചുള്ള വാർത്താ സമ്മേളനത്തിൽ തനിക്കൊപ്പം ഡോക്ടർ റീന ഉണ്ടായിരുന്നു. അപ്പോഴും അവർ തന്നോട് ലാബ് റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞില്ല എന്നും മുരളീധരൻ പറഞ്ഞു. അതായത് മുരളീധരൻ വലിയ രീതിയിൽ ഈ വിഷയത്തിൽ ചൊടിച്ചത് നിപ്പ സ്ഥിരീകരിക്കപ്പെട്ടിട്ടും ആരോഗ്യ വകുപ്പ് മന്ത്രി ഈ കാര്യം അറിഞ്ഞില്ല, അറിയാൻ വൈകി, ഇതെന്തൊരു ആരോഗ്യ മന്ത്രിയാണ് എന്നുള്ള ചോദ്യം ഉയർന്നു വന്നതാണ്. മുരളീധരന്റെ ക്രെഡിബിലിറ്റിയെ ഈ സംഭവം ബാധിച്ചു. അതായത് ആരോഗ്യമന്ത്രി കസേരയിൽ മുരളീധരൻ അട്ടർ വേസ്റ്റ് ആണെന്ന് കേരളം അപ്പോൾ തന്നെ വിധി എഴുതി. അതായത് നിപ്പ സ്ഥിരീകരിച്ചിട്ട് പോലും ഏറെ വൈകിയാണ്, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രി അറിഞ്ഞത് എന്നുള്ള തരത്തിലേക്ക് ഈ വിഷയം മാറിപ്പോയി. ഇതിൻ്റെ ഒരൊറ്റ കാരണക്കാരി റീനയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുരളീധരൻ ഈഗോ ഇളകിയത്. അതുകൊണ്ട് തന്നെയാണ് ആ കസേരയിൽ ഇനി റീനയെ ഇരുത്തില്ല എന്ന് മുരളീധരൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ അവധി അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി ആരോഗ്യ ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ വി മീനാക്ഷി സർക്കുലർ ഇറക്കി. OP സമയത്ത് ഡോക്ടർമാരും ജീവനക്കാരും കൃത്യമായി ജോലിക്ക് ഹാജരാകുന്നുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ഉറപ്പാക്കണം. സൂപ്രണ്ട്, മെഡിക്കൽ ഓഫീസർ എന്നിവർ അവധിയെടുക്കുമ്പോൾ DMOമാർ അവധിയെടുക്കുമ്പോൾ ആരോഗ്യ ഡയറക്ടറെയും മുൻകൂട്ടി അറിയിക്കണം. എന്തായാലും ഇപ്പോൾ ഒരു കസേരയുടെ പേരിലാണ് അടി രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഡോക്ടർ റീനയെ അവിടെ ഇരുത്താൻ പക്ഷേ സമ്മതിക്കില്ല എന്ന് മുരളീധരൻ കടുപ്പിച്ചു നിൽക്കുമ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? കാത്തിരുന്ന് കാണണം. എന്തായാലും തിങ്കളാഴ്ച കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഏകദേശം ഒരു തീരുമാനത്തിലെത്തും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്.
ഇതിനിടയിൽ കെ മുരളീധരൻ കട്ടക്കലിപ്പിലായിരുന്നു. കേസ് ജയിപ്പിച്ച് വന്നാൽ മതി എന്ന് റീനയുടെ വിഷയത്തിൽ ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകർക്ക് ആരോഗ്യമന്ത്രി അന്ത്യശാസനം കൊടുത്തിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ ഇടതുപക്ഷക്കാരായ സർക്കാർ അഭിഭാഷകരാണ് KJ റീനയ്ക്ക് സ്റ്റേ വാങ്ങി നൽകിയത് എന്ന കടുത്ത ആരോപണം മന്ത്രി ഉയർത്തിയിട്ടുണ്ട്. തൊരപ്പൻ പണി കാണിക്കുന്ന ആരെയും ഈ കസേരയിൽ ഇരുത്തില്ല എന്ന് മുരളീധരൻ പറഞ്ഞു. സർക്കാരിനെ അനുസരിക്കാത്തവർ തന്റെ കാലത്ത് തുടരില്ല എന്നും മുരളീധരൻ ആവർത്തിച്ചു. റീന തൊരപ്പൻ പണി നടത്തിയോ എന്ന് മേൽക്കോടതിയിൽ പറഞ്ഞോളാമെന്നും മന്ത്രി വ്യക്തമാക്കി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയപ്പോഴായിരുന്നു പൊട്ടിത്തെറിച്ചുകൊണ്ട് മുരളീധരൻ സംസാരിച്ചത്. റീനയ്ക്ക് അനുകൂലമായ കോടതി വിധി തിരിച്ചടിയായി കാണുന്നില്ല. മേൽക്കോടതി ഉണ്ടല്ലോ, ഭരണപരമായ കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകും. മുകളിൽ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ. സെഷൻസ് കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ അതിനു മുകളിൽ ഹൈക്കോടതി ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതായത് അങ്ങ് മേൽക്കോടതികളിൽ വരെ റീനയുടെ വിഷയത്തിൽ പോകുമെന്നാണ് മുരളീധരൻ പറയുന്നത്. ആരോഗ്യ വകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് റീനയെ സ്ഥലം മാറ്റിയ ഉത്തരവ് തിരുവനന്തപുരം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് സ്റ്റേ ചെയ്തത്. നീതി നിഷേധം ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ റീന നൽകിയ പരാതിയിലായിരുന്നു ഈ നടപടി. സിസ്റ്റത്തിനെതിരെ പ്രവർത്തിച്ചതുകൊണ്ടാണ് റീനയ്ക്കെതിരെ നടപടിയെടുത്തത് എന്ന് ആരോഗ്യമന്ത്രി വിമർശിച്ചത്. സർക്കാരുമായി ആലോചിക്കാതെ റീന പ്രവർത്തിച്ചു എന്നാണ് ആരോഗ്യവകുപ്പ് ആരോപിക്കുന്നത്. LDF സർക്കാരിന്റെ കാലത്താണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറായി ഇവർ സ്ഥാനമേൽക്കുന്നത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് എറണാകുളം പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി ഡയറക്ടറായിട്ടായിരുന്നു റീനയെ നിയമിച്ചത്. അഡീഷണൽ ഡയറക്ടറായ മീനാക്ഷിക്കാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ചുമതല ഇപ്പോൾ മന്ത്രി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ് മീനാക്ഷിയും റീനയും തമ്മിൽ പൊരിഞ്ഞ അടിയായത്. റീന സർക്കാർ സംവിധാനവുമായി സഹകരിക്കുന്നില്ല, അതാണ് നടപടിക്ക് പിന്നിൽ എന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നു. എന്നാൽ മന്ത്രിയെ പൂർണ്ണമായി തള്ളുകയാണ് റീന. ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്ത് മന്ത്രി വീണ ജോർജിന്റെ വിശ്വസ്തയായിരുന്നു റീന. ഇടതു സർക്കാരിന്റെ വിശ്വസ്തയായതുകൊണ്ട് തന്നെയാണ് റീനയ്ക്കെതിരെ നടപടിയെടുത്തത് എന്നുള്ള വിമർശനവും വരുന്നുണ്ട്. സ്വന്തം വകുപ്പിൽ പിടിവാശി കാണിക്കുന്ന ശീലമുള്ള ആളാണ് മുരളീധരൻ. ദേവസ്വം ബോർഡിലും മുരളി ഇത്തരത്തിൽ തന്നെയാണ് ഇടപെടുന്നത്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ താക്കോൽ സ്ഥാനങ്ങളിൽ നിയമിച്ചപ്പോൾ മുരളീധരൻ കർശന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തന്റെ പിതാവിന്റെ കീഴിൽ വർഷങ്ങളോളം ജോലി ചെയ്ത K ജയകുമാറിനെ തള്ളിപ്പറയാൻ മുരളീധരന് നിമിഷങ്ങൾ മാത്രമാണ് വേണ്ടി വന്നത്. തനിക്കിഷ്ടമല്ലാത്തതൊന്നും വകുപ്പിലുള്ളവർ ചെയ്യരുത് എന്നുള്ള ഒരു തീരുമാനമാണ് മുരളീധരൻ്റേത്. ഇക്കാര്യം വകുപ്പിലുള്ളവർ മനസ്സിലാക്കി വരുന്നതേയുള്ളൂ. എന്തായാലും തുടർന്നും ഇതുപോലെയുള്ള പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകുമെന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.